അഞ്ചാമത്തെ ഒരു ശ്രേഷ്ഠത, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അല്ലാഹു തആല സംസാരിക്കുന്ന ഒരു സംസാരം നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല പറയും, യബ്ന ആദം, മനുഷ്യ, മരിദ്തു ഫലം തഉദ്നി, ഞാൻ രോഗിയായി പക്ഷെ നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് അല്ലാഹു പറയും. അപ്പോ ഖാല, അടിമ പറയും, യാ റബ്ബി കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, നീ എങ്ങനെ രോഗിയാകാനാണ്, നിന്നെ ഞാൻ എങ്ങനെ സന്ദർശിക്കാനാണ്, നീയാണല്ലോ റബ്ബുൽ ആലമീൻ, ആലമുകളുടെ ലോകരുടെ റബ്ബ് എന്ന് പറഞ്ഞു. അപ്പോ അല്ലാഹു തആല പറയാണ്, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിദ്, എൻ്റെ അടിമ ഇന്ന വ്യക്തി രോഗിയായത് നീ അറിഞ്ഞില്ലേ, പക്ഷേ നീ ഫലം തഉദ്ഹു, നീ അവനെ സന്ദർശിച്ചില്ല. അതിനെക്കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്, ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് പറഞ്ഞത്. അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജദ്തനി ഇൻദഹ്, നീ അവനെ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു. അഥവാ എൻ്റെ പ്രതിഫലം, ഇമാം നവവി റഹിമഹുള്ളാഹ് പറഞ്ഞത്, എൻ്റെ പ്രതിഫലം ഐ വജദ്ത സവാബി വ കറാമതി, എൻ്റെ ആദരവും പ്രതിഫലവും നിനക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏറെ പ്രതിഫലമുള്ള കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയായിട്ടാണ് ഈ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്, രോഗിയായ തൻ്റെ സഹോദരനെ, മുസ്ലിമായ സഹോദരനെ സന്ദർശിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ശ്രേഷ്ഠത, ഒരാൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ അയാൾക്ക് അതിലൂടെ ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താൻ, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആദ മരീദൻ ലം യസൽ യഖൂലു ഫിർ റഹ്മ ഹത്താ യജ്ലിസ്, ഒരാൾ തൻ്റെ സഹോദരനായ ഒരു രോഗിയെ സന്ദർശിച്ചാൽ അയാൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആയിരിക്കും അവൻ ഇരിക്കുന്നത് വരെ. അപ്പോൾ രോഗിയെ സന്ദർശിക്കും, ആ സന്ദർശിക്കാൻ പോകുന്ന സന്ദർഭം അത്രയും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അവനായിരിക്കും, റഹ്മത്തിൽ അവൻ മുഴുകിയിരിക്കും. ഫൈദ ജലസ്, അങ്ങനെ ആ രോഗിയുടെ അടുത്ത് പോയി ഇരുന്നാലോ, ഇഗ്തമസ ഫീഹ, ആ റഹ്മത്തിൽ അവൻ മുങ്ങും, ആ റഹ്മത്തിൽ അവൻ മുങ്ങിക്കുളിക്കും എന്ന് പറഞ്ഞത് കാണാം. എന്ന് പറഞ്ഞാൽ ആ രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവൻ റഹ്മത്തിലാണ്, ആ രോഗിയുടെ കൂടെ ഇരുന്നാൽ അവൻ റഹ്മത്തിൽ മുങ്ങും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ സഹായകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രോഗിയായ തൻ്റെ സഹോദരനെ സന്ദർശിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞത് കാണാൻ സാധിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുമാ റജുലിൻ യഊദു മരീദൻ ഫഇന്നമാ യഖൂദു ഫിർ റഹ്മ, ഏതൊരാൾ ഒരു രോഗിയെ സന്ദർശിക്കുന്നുണ്ടോ അവൻ അല്ലാഹുവിൻ്റെ റഹ്മത്തിലായിരിക്കും. ഫഇദാ ഖഅദ ഇൻദൽ മരീദി ഗമറത്ഹു റഹ്മ, അവൻ രോഗിയുടെ അടുത്തിരുന്നാൽ റഹ്മത്ത് അവനെ മൂടിപ്പൊതിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അവനെ റഹ്മത്ത് അവനെ വലയം ചെയ്യും. ഖാൽ, എന്നിട്ട് അപ്പോ ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഹാദാ ലിസ്സഹീഹി അല്ലദീ യഊദുൽ മരീദ്, ഇത് രോഗിയെ സന്ദർശിക്കുന്ന ആരോഗ്യവാനായ ആൾക്ക് ലഭിക്കുന്ന ഗുണമാണ്, അയാൾക്ക് എന്തുണ്ട്, റഹ്മത്ത് ലഭിക്കും. ഫൽ മരീദു മാലഹു, എന്നാൽ രോഗിക്ക് എന്താണ് കിട്ടുക, രോഗിക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഹത്തു അൻഹു ദുനൂബു, അവൻ്റെ പാപങ്ങൾ ആ രോഗം കാരണം ഇല്ലാതെയായിത്തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ്, തുടർന്ന് വരുന്ന ഹദീസിൽ രോഗത്തിൻ്റെ നേട്ടം ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. ഒരാൾ രോഗിയായാൽ അയാൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ, വിശുദ്ധ ഹദീസിൽ വന്നിട്ടുള്ള പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. അതേപോലെ തന്നെ രോഗിയെ സന്ദർശിക്കുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമാണ്, നേട്ടമാണ്, ശ്രേഷ്ഠതയാണ്, മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളത്, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഗുദ്വതൻ ഇല്ലാ സല്ലല്ലാ അലൈഹി 70,000 മലക്കിൻ ഹത്താ യുംസിയ. സുബ്ഹാനല്ലാഹ്, വലിയ ശ്രേഷ്ഠതയാണ്. ഒരാൾ രോഗിയായ തൻ്റെ സഹോദരനെ രാവിലെ സന്ദർശിച്ചാൽ
70,000 മലക്കുകൾ വൈകുന്നേരം വരെയും അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വൈൻ ആദഹു അശിയതൻ ഇല്ലാ സല്ല അലൈഹി 70,000 മലക്കിൻ ഹത്താ യുസ്ബിഹ്. ഇനി വൈകുന്നേരമാണ് രോഗി അവൻ സന്ദർശിച്ചെങ്കിൽ പകലാകുന്നത് വരെയും പ്രഭാതമാകുന്നത് വരെയും 70,000 മലക്ക് അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. മറ്റൊരു റിവായത്തിൽ കാണാം, ആ 70,000 മലക്കുകളും കുല്ലുഹും യസ്തഗ്ഫിറു ലഹും ഹത്താ യുംസിയ. രാവിലെയാണ് അവൻ സന്ദർശിക്കുന്നതെങ്കിൽ വൈകുന്നേരം വരെ ആ മലക്കുകൾ 70,000 മലക്കുകൾ അവന് വേണ്ടി മഗ്ഫിറത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെയും മഗ്ഫിറത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹു അവന് പുറത്തു കൊടുക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. എത്ര വലിയ കാര്യമാണ്! രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് ചെറിയ നേട്ടമുള്ള കാര്യമല്ല, എന്നാൽ വലിയ പണിയില്ല, വലിയ അധ്വാനമുള്ള കാര്യമല്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലയിൽ തന്നെ രോഗികൾ ഉണ്ടാകും. രോഗിയെ സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആ പുണ്യം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.